1965 സിഡ്നിയിലെ കീഴ്ക്കാൻ തൂക്കായ പാറക്കെട്ടുകൾക്ക് മുകളിലൂടെ നടന്നു നീങ്ങിയ അവൾ ഒരു നിമിഷം താഴെ കടലിലേക്ക് നോക്കി നിന്നു. താഴേക്ക് എടുത്ത് ചാടുന്നതിന് തൊട്ട് മുമ്പാതാ പുറകിൽ നിന്നൊരു വിളി, ഹലോ, ഒരു ചായ കുടിച്ചാലോ? ജീവിതത്തിൽ മറ്റൊന്നും പ്രതീക്ഷിക്കാനില്ല എന്ന് കരുതിയിരുന്ന അവൾ അദ്ദേഹത്തിന്റെ ക്ഷണം നിരസിച്ചില്ല. റോഡിന് തൊട്ടപ്പുറത്തുള്ള അയാളുടെ വീട്ടിലേക്ക് നടന്നു കയറി അദ്ദേഹത്തോടും ഭാര്യയോടും ഒപ്പം ഇരുന്ന് ചായ കുടിക്കുമ്പോൾ അവൾക്കറിയില്ലായിരുന്നു ആ മനുഷ്യനെ എല്ലാവരും ബഹുമാനത്തോടെ വിളിച്ചിരുന്ന പേര് ദി ഏഞ്ചൽ ഓഫ് ദ ഗ്യാപ്പ്, കടലെടുക്കലെ മാലാഖ എന്നായിരുന്നുവെന്ന്. അദ്ദേഹമാണ് ഡോൺ റിച്ചി. 1964 ആ ക്ലിഫിന്റെ അടുത്ത് താമസമാക്കിയത് മുതൽ 2012 ഡോൺ മരിക്കുന്നതിനിടയിലുള്ള 48 വർഷത്തിനിടെ അദ്ദേഹം ഇങ്ങനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത് 500-ലധികം പേരെയാണ്. പലരും പിന്നീട് കുടുംബത്തോടൊപ്പം സമ്മാനങ്ങളുമായി വന്ന ഡോണിനെ കണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കയറ്റിയതിന് നന്ദി അറിയിക്കാറുണ്ട്. ഓസ്ട്രേലിയ മെഡൽ ഓഫ് ഓർഡർ, സിറ്റിസൺസ് ഓഫ് ദി ഇയർ, ലോക്കൽ ഹീറോ അവാർഡ് എന്നിങ്ങനെ ഡോണിനെയും ഭാര്യയെയും തേടിയെത്തിയ അംഗീകാരങ്ങൾ നിരവധിയാണ്. അദ്ദേഹത്തിന്റെ ഈ മനുഷ്യ സ്നേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ചലച്ചിത്രമാണ് ടീ കപ്സ്. ആ ക്ലിഫിന്റെ തൊട്ടടുത്ത് മറ്റനേകം വീടുകളുണ്ട്, മനുഷ്യരുണ്ട്. പക്ഷേ ഡോണിനെ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തിന്റെ പരിധികളില്ലാത്ത മനുഷ്യ സ്നേഹമാണ്. അത് ചിലപ്പോഴൊക്കെ ഒരു ചെറിയ പുഞ്ചിരി, ഒരു നല്ല വാക്ക്, ഒരു കുശലാന്വേഷണം, ഇതൊക്കെ മതിയാകും ഒരാളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റാൻ. ആരും ഒറ്റയ്ക്കല്ല എന്നും പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നും ജീവിതം എന്നത് തോറ്റു ഓടാനുള്ളതല്ല, പൊരുതി വിജയിക്കാനുള്ളതാണെന്നും ഇന്ന് ജീവിതത്തിൽ വിജയിച്ചു നിൽക്കുന്നവരെല്ലാം എന്നെങ്കിലും ഒരിക്കൽ മരണമെന്ന മണ്ടൻ ചിന്തയെ കവച്ചു വെച്ചവരാണെന്നും ഇതല്ല ഇതിനപ്പുറവും ചാടിക്കടന്നവനാണ് ഈ കെ ജോസഫ് എന്ന ബോധ്യവും നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ. തോറ്റുകൊടുക്കരുത്, പൊരുതി ജയിക്കണം. താങ്ക് യു.